സീരിയലിൻ്റെ ഇന്ന് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പം ആതിര എന്താണ് റൂമിൽ വേറെ ആരോ ഒരാളുണ്ടെന്ന് ആതിരയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആതിര ഭയന്ന് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ആതിര അവനെ കണ്ടു എന്ന് ആ ഗുണ്ടയ്ക്കും മനസ്സിലായി. അങ്ങനെ ഗുണ്ട കത്തി കൊണ്ട് ആതിരയെ കൊല്ലാനായിട്ടും ആക്രമിക്കാനായിട്ടും ആതിരയുടെ അടുത്ത് വന്ന് ആതിരയുടെ കഴുത്തിലേക്ക് പിടിച്ച് ഭയങ്കര ബലത്തിനകത്ത് പിടിച്ചു. പക്ഷേ ആതിര എന്ത് ചെയ്തില്ല. ആതിര ഭയപ്പെടാതെ തന്നെ ഭയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവനെ ഒറ്റ കൈ കൊണ്ട് തള്ളി ചവിട്ടി അങ്ങോട്ട് കിട്ടിയിട്ട് ആതിര ആ റൂം ലോക്ക് ചെയ്ത് ആതിര പുറത്തിറങ്ങി. ഇതൊക്കെ എന്ത് നടക്കുന്ന കണ്ട് അപ്പുറത്ത് ആതിരയുടെ ഒരു വിളിച്ചുകുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചേട്ടത്തി അനിയത്തി അവന്തികയും അതുപോലെ തന്നെ അവളുടെ അനിയത്തി അനഘയും കൂടെ ആ റൂമിൽ നിന്ന് കതവ് ചാരി വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എപ്പം ആതിരയുടെ കുത്തി ഇതായി പോകും എന്നറിയുന്ന വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ ആതിര എന്ത് ചെയ്തു, ആ റൂം ലോക്ക് ചെയ്തിട്ട് ആ ഗുണ്ട അകത്തിട്ട് പൂട്ടിയിട്ട് ആതിര പുറത്തിറങ്ങി. അപ്പം ആതിരയ്ക്കൊന്നും സംഭവിച്ചില്ലെന്ന് ഇവൾമാർക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും ഈ അവന്തികയും അനഘയും കൂടെ എന്ത് ചെയ്തു, റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും ആതിര എന്താണ് സ്റ്റെപ്പിൽ കൂടെ താഴോട്ടേക്ക്, മേളിലാണല്ലോ ആതിരയുടെ റൂം, അപ്പം താഴത്തെ സ്റ്റെപ്പിലേക്ക് ആതിര ഇറങ്ങുന്ന കണ്ടതും അവന്തിക്ക് എന്നിട്ടും ആതിരയോട് ശത്രുത വിട്ടില്ല. ആതിരയെ എന്താണ് എങ്ങനെയെങ്കിലും സ്റ്റെപ്പിൽ തള്ളിയിട്ടാലും അബോർഷൻ ആക്കി എടുക്കാമെന്നാണ് അവന്തിക തീരുമാനിച്ചത്. അങ്ങനെ അവന്തിക ആതിരയുടെ പിറകെ തന്നെ പോയി സ്റ്റെപ്പിൽ തള്ളിയിടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ആതിര എന്ത് ചെയ്ത് കഴിഞ്ഞു, സ്റ്റെപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞു. അവൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ പിറകെ എന്താണ് തള്ളിയിടാൻ വേണ്ടി പോയ അവന്തിക കാലൊക്കെ തെറ്റി അന്തസ്സായിട്ട് എന്താണ് ആ സ്റ്റെപ്പിൽ തന്നെ സ്വന്തമായി തന്നെ വീണ്. താൻ എന്ത് ചെയ്യണമെന്ന്, മറ്റൊരാൾക്ക് എന്ത് ദ്രോഹം ചെയ്യണമെന്ന് വിചാരിച്ചോ ആ ദ്രോഹം തനിക്ക് തന്നെ വന്ന് ഭവിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥയായിട്ട് ഇന്ന് അവന്തിക്ക് സംഭവിച്ചത്. എപ്പോഴും അതാണ് പറയുന്നത്, ദൈവം എപ്പോഴും താൻ മറ്റുള്ളവർക്ക് നല്ല ചിന്തിച്ചാൽ അവർക്ക് നല്ലത് കിട്ടുമെന്ന്, മറ്റുള്ളവർക്ക് ചീത്ത ചിന്തിച്ചാൽ അതേ ചീത്ത അവർക്ക് തന്നെ വന്ന് ഭവിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു ന്യായം തന്നെയാണ് ഇന്നിവിടെ നമ്മൾ ഈ സീരിയലിനകത്ത് കണ്ടത്. അപ്പോൾ അവന്തിക താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണ് നല്ലപോലെ ഉരുണ്ട് തറയെ വന്ന് വീണ് അവന്തിക എന്താണ് അയ്യോ അമ്മേ എന്നൊക്കെ ഭയങ്കര വിളി കാര്യങ്ങളായി കരച്ചിലിതാക്കി. അപ്പോഴത്തേക്കും അവന്തികയുടെ അനിയത്തിയും പിറകെ ഉണ്ടായിരുന്നല്ലോ, അവളൊന്ന് അയ്യോ ചേച്ചി എന്നൊക്കെ വിളിച്ച് അവന്തിക്ക് വേന സഹിക്കാൻ വയ്യ. അപ്പോഴാണ് ഈ വിളി കേട്ടിട്ട് ആതിര തിരിഞ്ഞു നോക്കുന്നത്. അയ്യോ ഏട്ടത്തി എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പോഴത്തേക്കും അവന്തിക്ക് ഈ ഒരു സമയത്തും അത്ര കലിയും ദേഷ്യവും ഉണ്ട്. അപ്പോഴത്തേക്കും മീരയും കൂടെ വന്ന് എങ്ങനെയായാലും പൊക്കി, മീര വന്ന് പിന്നെ സ്നേഹ വന്ന് ഇവരെല്ലാവരും കൂടെ ചെന്നിട്ട് പൊക്കിയെടുത്ത് എന്താണ് അവന്തിക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ സേതുമാധവൻ എന്താണ് മെല്ലെ സേതുമാധവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പുറത്ത് ടെൻഷനകത്താണ്. സച്ചിയും അതുപോലെ തന്നെ എന്താണ് നന്ദനും സന്ദീപും ഒക്കെ പുറത്ത് നിന്ന് ടെൻഷനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം എന്താണ് ഓൾമോസ്റ്റ് സേതുമാധവന് ഒരുവിധം റിക്കവർ ആവാറായി. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന അവന്തിക എന്താണ് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവന്തികയ്ക്ക് അബോട്ടായിപ്പോയി. അപ്പം എനിക്കിങ്ങനെ സംഭവിക്കും, ഇങ്ങനത്തെ ഒരു ദുർഗതി എനിക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു എന്ന് അവന്തിക എന്ത് ചെയ്യുന്നുണ്ട്, ഈ അനിയത്തിയോട് പറയുന്നുണ്ട്. അപ്പം അനിയത്തി പറയുന്നുണ്ട്, ചേച്ചി എന്നാലും നന്ദേട്ടനെ ഒട്ടും ഇഷ്ടമല്ല എന്നെങ്കിലും ഇങ്ങനൊരു ഗർഭിണിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി എന്താണ് ശത്രുത പോലും മറന്നു, നമ്മുടെ അച്ഛനെയും അമ്മയും കൊന്നതിൻ്റെ കാര്യങ്ങളുടെയും അതിൻ്റെ കഥയൊക്കെ മറന്നിട്ട് ഇവരുമായിട്ട് ഒന്നു ചേരാൻ വിചാരിച്ചെങ്കിൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ കയ്യിൽ ഇനിയുള്ള പൈസയും കൊണ്ട് പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നാണ് വിചാരിച്ചത്. ചേച്ചി സന്തോഷമായിട്ടിരിക്കുന്ന ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ ഒന്നും അല്ല വിചാരിച്ചത്. ഇങ്ങനെ ഒരു കാര്യം എനിക്കിങ്ങനെ ഒരു വിധി വരും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെ വരും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ സേതുമാധവനെ ആ ഡോസ് കൂട്ടിക്കൊടുത്ത് അയാളിൽ നിന്ന് കൊന്നേനെ, അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്തില്ല. പക്ഷേ എന്നിരുന്നാലും അവന്തിക പറയുന്നില്ല ഈ കുട്ടി നന്ദൻ്റെ അല്ല ധനുഷിനാന്നുള്ള കാര്യമൊന്നും സ്വന്തം അനിയത്തിയോട് പോലും അവന്തിക പറയാതെ മറച്ചു വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് എന്താണ് നന്ദനും അച്ചുവും കൂടെ അവന്തികയെ കാണാൻ വേണ്ടി വന്ന് കയറുന്നത്. അപ്പം വന്ന് കയറുമ്പോഴേ വന്നോ, എൻ്റെ ദുഃഖം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നയക്കുക രണ്ടുപേര് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിക്ക് അവരോട് അലറി അടിച്ച് വിളിച്ച് സംസാരിക്കുവാണ്. താൻ തോറ്റുപോയതിൻ്റെ എല്ലാ കലിയും അവരോട് തീർക്കുവാണ്. നീ തന്നെ ജയിച്ചല്ലോ, എന്തായാലും ഈ വെല്ലുവിളി വിളിച്ച പോലെ നീ തന്നെ ജയിച്ചല്ലോ, ദൈവവും നിൻ്റെ കൂടെ ആയിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്കകത്ത്. പക്ഷെ നീ അതിനകത്ത് കൂടുതൽ നിഗളിക്കൊന്നും വേണ്ടെന്ന് എന്നാലും ഇതാക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് ആതിരെ എൻ്റെ കൊച്ചിനെ എന്നെയും തമ്മിൽ തള്ളിയിട്ട എന്ന രീതിക്കകത്ത്, അങ്ങനത്തെ രീതിക്കകത്ത് എന്താണ് കള്ളപ്രചരണം കൂടെ അങ്ങ് നടത്തുവാണ്. അപ്പം ഏട്ടത്തി ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്ന് എന്താണ് നമ്മുടെ അച്ചു പറയുന്നുണ്ട്. കാരണം ഏട്ടത്തിക്കും കുഞ്ഞിനും ഒരു ആപത്ത് വന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് അച്ചു പറയുന്നുണ്ട്. നീ വിചാരിക്കത്തില്ല, ചുമ്മാതാണോ നിനക്കൊരു കൊച്ചുണ്ടാവത്തെന്നൊക്കെ പറഞ്ഞ് അച്ചുവിനെ മനസ്സിൽ കുത്തി വേദനിപ്പിക്കുകയാണ്. ഇത് കേട്ടിട്ട് നന്ദന് സഹിക്കുന്നില്ല. നന്ദൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഞാൻ ഗർഭിണിയായെന്നുള്ള കാര്യം, അതായിരുന്നാലും നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം ഇപ്പം ബോധ്യമായില്ലേ, ഇനിയിപ്പോൾ എന്താ പറയാന്ന് പറഞ്ഞിട്ട് കിടന്ന് ആളത്തുള്ളതാണ്. അപ്പോഴത്തേക്കും നന്ദൻ പറയുന്നു, നിന്നോടൊന്നും ഇപ്പം പറയാത്തത് നിൻ്റെ അടുത്ത് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പറഞ്ഞ് ജയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടല്ല നിൻ്റെ അടുത്ത് മിണ്ടാതെ പോകുന്നത്, ഈ ഒരു അവസ്ഥയിൽ നിൻ്റെ അടുത്ത് പറയുന്നത് ശരിയല്ലാത്ത കൊണ്ട് മാത്രം പോവുകയാണെന്ന് പറഞ്ഞിട്ട് അച്ചു വാന്ന് പറഞ്ഞിട്ട് നന്ദൻ അച്ചുവിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്താണ് അവന്തിക എന്നിട്ടും ഭയങ്കര കലിപ്പിൽ തന്നെയാണ് അങ്ങ് നിൽക്കുന്നത്. എന്താണ് അനഘയുമായിട്ട് ഇതേ കലിപ്പ് ഷെയർ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി സങ്കടമുണ്ട്. പിന്നെ സേതുമാധവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ സേതുമാധവൻ എന്താണ് റിക്കവറായി കഴിഞ്ഞു.
സച്ചിയും അതുപോലെ തന്നെ എന്താണ് കയറി കണ്ടു കഴിഞ്ഞു. അപ്പോഴത്തേക്കും നന്ദനും വരുന്നുണ്ട്. നന്ദനും എന്താണ് അച്ചുവും തിരിച്ച് പോയിട്ട് അവരും സേതുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ സേതു മാധവനെ നോക്കി എല്ലാവരും എന്താണ് ഇത് പറയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനകത്ത് ഡൗട്ട് ഇരിക്കുമോ. അപ്പോഴത്തേക്കും സേതു മാധവൻ പറയുന്നുണ്ട്, എൻ്റെ മക്കളെല്ലാം വിഷമിച്ച് പോയല്ലേ, അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത്, അച്ഛൻ എന്തായാലും തിരിച്ച് വന്നല്ലോ എന്നുള്ള രീതിക്കകത്തുള്ള ആരും സങ്കടപ്പെടണ്ട എന്നൊക്കെ പറയുന്നു. ഞാൻ ഇനിയും കാണാൻ എനിക്ക് ആതിരയുടെയും അവന്തികയുടെയും ഒക്കെ കുട്ടികളെ എടുത്ത് കളിപ്പിക്കത്തക്ക രീതിയിൽ ഞാൻ ഐസോടെ കാണും, എന്നാൽ ദൈവം എന്നെ തിരിച്ചു തന്നല്ലോ എന്ന രീതി സന്തോഷത്തിനകത്ത് പുള്ളിക്കാരൻ പറയുന്നു. പിന്നെ അവിടെ നിന്ന് എന്താണ് കൺസൾട്ട് ചെയ്തവരെന്താണ് അച്ഛൻ നല്ലപോലെ നോക്കണം എന്നൊക്കെ മാത്രം ഉപദേശം കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അച്ഛൻ എന്താണ് ഇത് പറയണോ വേണ്ടയോ, അവന്തികേട്ടേക്ക് സംഭവിച്ച കാര്യത്തിനെക്കുറിച്ച് പറയണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ മുഖത്തിലേക്കും അച്ഛൻ നോക്കുന്നുണ്ട്. എങ്ങനെ ഇത് പറയാതിരിക്കാനും പറ്റില്ല, എന്നാലും അച്ഛൻ അറിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അച്ഛൻ വീട്ടിൽ വരുമ്പോഴായാലും ഇത് അറിയും, അതുകൊണ്ട് പറയുകയാണ് അവന്തികേട്ടത്തേക്ക് ഇങ്ങനെ അബോർഷൻ ആയിപ്പോയി എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ സേതുമാധവൻ പറയും, ഈ കിളവൻ അങ്ങ് എടുത്താൽ പോരാന്ന്, എന്തിനാണ് ഈ കിളവൻ ഇങ്ങനെ ഇട്ടുന്നത് കേൾക്കാൻ വേണ്ടിയെന്ന് സേതുമാധവൻ പറഞ്ഞ് സങ്കടപ്പെടുന്നു. പക്ഷേ എന്നാലും എല്ലാവരും കൂടെ ആശ്വസിപ്പിക്കുന്നു. തിരിച്ചെന്താണ് സേതുമാധവനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം സേതുമാധവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും എല്ലാവരും എന്താണ് റൂമിനകത്താക്കിയിട്ട് എല്ലാവരും പോകാൻ പോയപ്പോഴത്തേക്കും എന്ത് ചെയ്തില്ല, അച്ചു മാത്രം പോകാതെ അവിടെ നിന്ന് സേതുമാധവൻ അന്ന് അച്ഛൻ എന്താ സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് മോളെ എനിക്ക് അത് കറക്റ്റായിട്ട് എന്താ പറയാൻ അറിയത്തില്ല, പക്ഷേ എനിക്ക് ഓർമ്മ വന്നു, അന്ന് നമ്മളെല്ലാവരും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, അതിനുശേഷം എന്താണ് കമലവും എല്ലാവരുമായിട്ട് പോയില്ലേ, പിന്നെ ഞാൻ റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം അവന്തിക എനിക്ക് എന്താണ് വന്ന് ഇൻസുലിൻ എടുത്ത് തന്നു. ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ശാരീരിക എന്താണ് ബുദ്ധിമുട്ടൊക്കെ തോന്നി. അങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അച്ചു കേട്ട് ഞെട്ടിപ്പോകും. കാരണം അച്ചുവിന് അവന്തികയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവന്തിക തന്നെ കൊടുത്ത പണിയാണെന്ന് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധി അച്ചുവിനുള്ളതുകൊണ്ട് അച്ചുവിനത് മനസ്സിലായി. പക്ഷേ സേതുമാധവൻ പറയുന്നു, ഞാൻ അന്ന് ഒത്തിരി മധുരം കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ മധുരം കഴിച്ചപ്പം അതിനുശേഷം പിന്നെ ഇൻസുലിൻ എടുത്തതിനകത്ത് വന്ന റിയാക്ഷൻ ആയിരിക്കും ഇതെന്ന് സേതുമാധവൻ പറയുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും എന്താണ് അച്ചുവിൻ്റെ മുഖത്തറിയാം ചേട്ടത്തി ചെയ്ത ചതി തന്നെയാണ് ഇതെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ അത് അച്ഛൻ്റെ അടുത്ത് പറയാനും പറ്റത്തില്ലല്ലോ. പിന്നെ എന്താണ് ആതിരയുടെ റൂമിലേക്ക് എന്താണ് പോവാണ് അച്ചു. അപ്പോഴത്തേക്ക് മീര വന്നിട്ട് ആതിരയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൾ കള്ളി, അവൾ എന്താണ് വീണടം ഇതാക്കാൻ വേണ്ടിയിട്ട് നീ അവളെ തള്ളിയിട്ട് ഇപ്പം അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുവാണ് എന്ന് പറയുന്നു. എന്താണ് മോളെ അന്ന് എന്താ സംഭവിച്ചതെന്ന് അച്ചു എന്താണ് വന്ന് ആതിരയോട് ചോദിക്കുന്നു. അപ്പം ആതിര എന്താണ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്, ഒരാൾ റൂമിൽ വന്ന് ഒളിച്ചു നിന്നതും കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചതും അവനെ പൂട്ടിയിട്ട് റൂം അടച്ചിട്ട് പുറത്തേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി സ്റ്റെപ്പിൻ്റെ കാര്യമൊക്കെ പറയുന്നു. അവിടെ കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. സോ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യൂ. സീരിയൽ കാരണം ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. ഇത്രയും സമയം കളയുന്നതിന് പകരം 7 മിനിറ്റ്സ് 8 മിനിറ്റ്സിനകത്ത് നിങ്ങൾക്ക് ഫുൾ റിവ്യൂ കിട്ടുന്നില്ലേ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റൊക്കെ ചെയ്യൂ. അപ്പം താങ്ക് യു, ബൈ.